മലപ്പുറം തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി പിന്തുണയ്ക്കുന്നത് സംബന്ധിച്ച് വെള്ളാപ്പള്ളി നടേശനെ തിരുത്തി തുഷാർ വെള്ളാപ്പള്ളി. മലപ്പുറത്ത് ബി.ജെ.പിക്ക് ബി.ഡി.ജെ.എസ് പിന്തുണ നൽകുമെന്ന് തുഷാർ വ്യക്തമാക്കി. ദില്ലിയിൽ ബി.ജെ.പി അധ്യക്ഷൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ മനു ശങ്കരൻ ചേരുന്നു. മനു, എന്തൊക്കെയാണ് കൂടിക്കാഴ്ച സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ? ഭൂമി, മലപ്പുറത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ ബി.ജെ.പി ഏകപക്ഷീയമായ നിലപാടുകൾ സ്വീകരിച്ചു. എൻ.ഡി.എ എന്നൊരു നിലപാടല്ല, പകരം ബി.ജെ.പി ഏകപക്ഷീയമായ ഒരു നിലപാടുകളാണ് സ്വീകരിക്കുന്നതെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രതികരിച്ചിരുന്നത്. അതിനാൽ തന്നെ മലപ്പുറത്തെ ബി.ജെ.പി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കില്ലെന്നും വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബി.ഡി.ജെ.എസ് അധ്യക്ഷൻ കൂടി ആയ തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിട്ടുള്ളത് മലപ്പുറത്തെ ബി.ജെ.പി സ്ഥാനാർത്ഥിയെ ബി.ഡി.ജെ.എസ് പിന്തുണയ്ക്കും. ഈ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന പുറത്തുനിന്ന് നോക്കിയപ്പോൾ ഉണ്ടായ തെറ്റിദ്ധാരണയാണ് എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അതോടൊപ്പം എൻ.ഡി.എക്കകത്ത് എൻ.ഡി.എ വാഗ്ദാനം ചെയ്തിരുന്ന പല സ്ഥാനങ്ങളും തങ്ങൾക്ക് ലഭിച്ചില്ലെന്ന പരാതി ബി.ഡി.ജെ.എസ് നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു. അതിനാൽ തന്നെ 15 ദിവസത്തിനകം മുൻ നിശ്ചയിച്ച പ്രകാരം വാഗ്ദാനം ചെയ്ത എല്ലാ പോസ്റ്റുകളിലും നിയമനം നടക്കുമെന്ന് കൂടിയാണ് ഈ തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിട്ടുള്ളത്. 10 ദിവസത്തിനകം എൻ.ഡി.എയിലെ എല്ലാ ഘടകകക്ഷി നേതാക്കളെയും കൂടിക്കാഴ്ചയ്ക്കായി അമിത്ഷാ ദില്ലിയിലേക്ക് വിളിപ്പിക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ നിലവിൽ നേരത്തെ തന്നെ ബി.ജെ.പി ഉന്നയിച്ചിരുന്നതും ഒരു സമ്മർദ്ദ തന്ത്രം മുന്നോട്ട് വെച്ച സ്ഥാനങ്ങൾ ഉറപ്പിക്കുന്നതിനായി ബി.ഡി.ജെ.എസ് പയറ്റുന്ന സമ്മർദ്ദ തന്ത്രമാണ് വെള്ളാപ്പള്ളിയുടെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം ബി.ജെ.പി നേതാക്കൾ പ്രതികരിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് 10 ദിവസത്തിനകം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകുമെന്നും മലപ്പുറത്തെ ബി.ജെ.പി സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുമെന്നും തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചിരിക്കുന്നത്.